ജപ്പാനിൽ ശക്തമായ ഭൂകമ്പം 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ 30-ലധികം പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. ജപ്പാന്റെ വടക്കുകിഴക്കൻ തീരമായ ഹോൺഷുവിനോട് ചേർന്നുള്ള ശാന്ത സമുദ്രത്തിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. ഭൂകമ്പത്തെ തുടർന്ന് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് ജപ്പാൻ മെറ്റീരിയോളജിക്കൽ ഏജൻസി അറിയിച്ചു. ഇവാറ്റെ, അയോമോറി, ഹൊക്കൈഡോ എന്നിവിടങ്ങളിൽ 3 മീറ്റർ വരെ ഉയരമുള്ള സുനാമി തിരമാലകൾ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. വടക്കു കിഴക്കൻ തീരത്തുള്ള വിവിധ പ്രദേശങ്ങളിൽ കടൽ ഉൾവലിഞ്ഞിട്ടുണ്ട്. തീരത്തോട് ചേർന്നുള്ള ജനങ്ങളെ ഒഴിപ്പിക്കാൻ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകി. നിലവിൽ 90,000 ആളുകളും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. മുന്നറിയിപ്പുകൾ പിൻവലിക്കുന്നതുവരെ സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ തുടരാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. തീരപ്രദേശങ്ങളിൽ നിന്നും നദീമുഖങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നാണ് അധികൃതർ കർശന നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ജപ്പാനിൽ വീണ്ടും ശക്തമായ ഭൂകമ്പം രേഖപ്പെടുത്തി എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു പ്രധാന വിവരം. 7.4 തീവ്രതയാണ് ഭൂകമ്പത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു ഭൂകമ്പത്തിൽ 30-ലധികം പേർക്ക് പരിക്ക് പറ്റിയെന്നാണ് വിവരം. ജപ്പാന്റെ വടക്കു കിഴക്കൻ തീരമായിട്ടുള്ള ഹോൺഷുവിന് അടുത്തുള്ള ശാന്ത സമുദ്രത്തിലാണ് ഈ ഒരു ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമായി ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും 7.4 തീവ്രതയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ജപ്പാനിൽ തുടർച്ചയായി ഭൂകമ്പം ഉള്ള ഒരു സാധ്യത മേഖലയാണ്. ഇവിടെ തന്നെയാണ് വീണ്ടും 7.4 തീവ്രതയാണ് ഈ ഒരു ഭൂകമ്പത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 30-ലധികം പേർക്ക് പരിക്ക് പറ്റി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഹോൺഷുവിനോട് ചേർന്നുള്ള ശാന്ത സമുദ്രത്തിലാണ് ഈ ഒരു ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. സമുദ്രത്തിലായതുകൊണ്ട് തന്നെ സുനാമി മുന്നറിയിപ്പുമൊക്കെ ഈ ഒരു മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും ജപ്പാൻ മെറ്റീരിയോളജിക്കൽ ഏജൻസിയാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തുവിട്ടിരിക്കുന്നത്. ഇവാട്ടെ, അയോമോറി, ഹൊക്കൈഡോ എന്നിവിടങ്ങളിൽ 3 മീറ്റർ വരെ ഉയരമുള്ള സുനാമി തിരമാലകൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. വടക്കു കിഴക്കൻ തീരത്തുള്ള വിവിധ പ്രദേശങ്ങൾ കടൽ ഉൾവലിഞ്ഞതായി കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുനാമിക്കുള്ള സാധ്യതയും കൂടുതലാണ്. തീരത്തോട് ചേർന്നുള്ള ജനങ്ങളെ ഒഴിപ്പിക്കാൻ പ്രാദേശിക ഭരണകൂടങ്ങൾക്കൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ 90,000 ആളുകളും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. മുന്നറിയിപ്പുകൾ പിൻവലിക്കുന്നത് വരെ സുരക്ഷിത സ്ഥലങ്ങളിൽ തുടരാനാണ് ഇപ്പോൾ ഭരണകൂടം ജനങ്ങളോട് ആവശ്യപ്പെടുന്നത്. തീരപ്രദേശങ്ങളിൽ നിന്നും നദീമുഖങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാനും അധികൃതർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്.